വോട്ടുവണ്ടി വേങ്ങരയിലാണ്. മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ടയായ വേങ്ങര. രൂപീകരണ കാലം തൊട്ട് UDFിനൊപ്പം നിന്ന വേങ്ങര. PK കുഞ്ഞാലിക്കുട്ടിയുടെ സ്വന്തം തട്ടകം. ഇത്തവണ വേങ്ങരയിൽ UDFിനായി കളത്തിലിറങ്ങുന്നത് ലീഗിൻ്റെ സമുന്നതനായ നേതാവും ക്രൗഡ് പുള്ളറുമായിട്ടുള്ള KM ഷാജിയാണ്. മത്സരത്തിൽ KM ഷാജി എത്തിയതോടെ ഏറെ ആവേശത്തിലാണ് ലീഗ് അണികൾ. എന്നാൽ എതിർ സ്ഥാനാർത്ഥിയായി കളം നിറയാനെത്തിയത് വേങ്ങരക്കാരനും നാട്ടുകാർക്ക് സുപരിചിതനുമായ സബാഹ് കുണ്ടുപുഴക്കലാണ്. നാട്ടുകാരനായ സബാഹിന് മുമ്പിൽ KM ഷാജിക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ. ലീഗിൻ്റെ ഉറച്ച ഉരുക്കുകോട്ടയിൽ ഒരിക്കലും തന്നെ വിള്ളലുണ്ടാക്കാൻ സബാഹ് എന്നല്ല ആര് വന്നിട്ടും കാര്യമില്ലെന്നാണ് ലീഗ് പറയുന്നത്. അറിയാം വേങ്ങരയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. വേങ്ങര മണ്ഡലത്തിൽ ആര് ജയിക്കുന്നത്? സബാഹ് ജയിക്കും. എന്ത് തോന്നുന്നു? എന്താ വേങ്ങരക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും, കാരണം വേങ്ങരയ്ക്ക് മാറ്റം ആവശ്യമാണ്. അപ്പോൾ വേങ്ങര മാറും. മാറും. നിലവിലെ MLA സാറ്റിസ്ഫൈഡ് അല്ല. ഒരിക്കലും അല്ല. കാരണം എവിടെയാണ് ഇപ്പോൾ ഇത്ര കുറച്ച് സമയം ഒന്ന് ഇവിടെ നിന്ന് നോക്കി എന്താണ് റോഡിൽ റോഡ് കാണാം. അതേപോലെ ഒരു ഗവൺമെൻറ് കോളേജ് മണ്ഡലത്തിലില്ല. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു എന്താ പറയുക ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ഗവൺമെൻറ് കോളേജ് ചിലപ്പോൾ നമ്മുടെ വേങ്ങര പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവരുണ്ടാവും. ഒരു എയ്ഡഡ് കോളേജ് അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജൊന്നും കഴിഞ്ഞോളണമെന്നില്ല. ഒരു ഗവൺമെൻറ് കോളേജ് അത്യാവശ്യമാണ്. അപ്പോൾ നിലവിൽ ഇത്രയും വർഷങ്ങൾ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരത്തിലൊരു ഇതൊന്നും മാറ്റം വന്നിട്ടില്ലല്ലോ. ഒരു മാറ്റം മണ്ഡലത്തിലും ഗവൺമെൻറ് കോളേജുകളുണ്ട്. ഇപ്പോൾ വേങ്ങരയ്ക്ക് എവിടെയാണ് ഒരു ഗവൺമെൻറ് കോളേജ്? വിദ്യാർത്ഥിനി എന്ന നിലയിൽ വേങ്ങരയ്ക്ക് ഒരു ഗവൺമെൻറ് കോളേജ് ഇല്ല എന്നുള്ളത് വലിയ പോരായ്മയാണ്. അപ്പം അത്തരത്തിൽ മാറ്റം വരണം. എലക്ഷൻ ആണല്ലോ. അപ്പോൾ ഇവിടെ വേങ്ങരയിൽ ആര് വരുന്നത് തോന്നുന്നത്? UDFിന്റെ കോട്ടയാണ്. അത് പൊളിയില്ല. അപ്പൊ സബാഹ് വന്നിട്ട് ഒരു നാട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞു. രാഷ്ട്രീയക്കാരനല്ലല്ലോ. പെട്ടെന്ന് വന്നേ. അപ്പൊ അത് നടക്കൂല. എലക്ഷനൊക്കെ ആണല്ലോ. അപ്പോൾ വേങ്ങരയിൽ ആര് ജയിക്കുന്ന പറയുന്നത്? ആര് ജയിക്കുമെന്നുള്ള കൃത്യമായി പ്രവചിക്കാൻ വയ്യ. എന്തായാലും നല്ല കട്ട മത്സരമാണ്. നല്ല മത്സരമാണ്. അപ്പോൾ രണ്ടു കൂട്ടർക്കും ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഭൂരിപക്ഷം നന്നേ കുറവായിരുന്നു. ആര് ജയിച്ചാലും കാരണം അത്ര മത്സരമുണ്ട്. നല്ല മത്സരം. സ്ഥാനാർത്ഥികൾ ഏതും മോശമല്ല. സബാഹ് സൂപ്പറാണ്, ഷാജി സൂപ്പറാണ്. വേങ്ങര ആര് ജയിക്കുന്നത് തോന്നുന്നത്? സബാഹ് ഉണ്ടോ? അപ്പോൾ നിലവിൽ എന്താ ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടി MLA ആയിട്ട് സമയത്തൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. സാറ്റിസ്ഫൈഡ് കുറവാണ്. അപ്പോൾ വേങ്ങരക്ക് ഒരു മാറ്റം വേണം. അത് മാറും. ഇത്തവണ മാറും. വേങ്ങരയിൽ ഒത്തിരി ഭൂരിപക്ഷം വെച്ച് KM ഷാജി തന്നെയാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ. പിന്നെ നോർമലി വികസന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ റോഡിൻ്റെ ആണ് മെയിനായിട്ട് മോശമായിട്ടുള്ളത്. ഇപ്രാവശ്യം KM ഷാജി എന്തായാലും ശരിയാക്കുന്നൊരു വിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പല്ലേ? അപ്പോൾ ആര് ജയിക്കുന്നത് തോന്നുന്നു നിങ്ങൾക്ക് വേങ്ങരയിൽ? UDF ജയിക്കുള്ളൂ. UDFിന്റെ ഉരുക്ക് കോട്ടയാണ്. ഉരുക്കാത്തൊക്കെ കോട്ടയാണ്. എതിർ സ്ഥാനാർത്ഥി നല്ല സ്ട്രോങ് ആണെന്ന് പറയണ്ടല്ലോ സബാഹ്. തടിയിൽ സ്ട്രോങ് ആണ്. പാർട്ടി വൈത്തിൽ പോരാ. അപ്പോൾ UDFിന് ജയിക്കും. അതെ. ആരാ ജയിക്കുക വേങ്ങരയിൽ? ഷാജി ജയിക്കും. എത്ര വോട്ടിന് ജയിക്കും? വോട്ടിന് ഭൂരിപക്ഷം തന്നെയാണ്. നല്ല ഭൂരിപക്ഷം. വേങ്ങരയിൽ ആര് വരും? KM ഷാജി തന്നെ വരും. വേങ്ങരക്ക് ഒരു ലീഗിൻ്റെ ഉറച്ച കോട്ടയാണ്. അപ്പോൾ പൊളിയില്ല. എതിർ സ്ഥാനാർത്ഥി നല്ല ശക്തനാണ്, നാട്ടുകാരനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. KM ഷാജി ഉള്ളപ്പോൾ നടക്കൂല. അങ്ങനെ ഇവിടെ UDFിന്റെ ഉരുക്ക് കോട്ടയല്ല. അപ്പോൾ പൊളിയില്ല. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി നല്ല ശക്തനാണ്, നാട്ടുകാരനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നാട്ടുകാരനാണ്. ശക്തൻ പറഞ്ഞാൽ പണം കുറെ ചിലവാക്കിയിട്ടുണ്ടായി. ഇച്ചിരി ശക്തി ആവില്ലല്ലോ. പണാധിപത്യത്തിൻ്റെ മേഖലയിലല്ല ജനാധിപത്യം. ഈ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം SDPയുടെ സ്ഥാനാർത്ഥിയിലായിരുന്നു. പ്രാവശ്യം CPMൻ്റെ സ്ഥാനാർത്ഥി. സ്വാഭാവികമായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരേ സ്ഥാനാർത്ഥി രണ്ട് പാർട്ടിക്കും വരുന്നത്. അപ്പം അങ്ങനെ ഒരു വോട്ടർമാർക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ആദ്യം നിന്നു. അന്ന് ഇത് തന്നെ മത്സരിച്ചു. ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ചാടി കളം മാറുന്നവരെല്ലാം പറിച്ചില്ലുള്ളൂ. നിങ്ങൾക്ക് ആവശ്യം കിട്ടിയ എല്ലാവരും കളം മാറും. പിന്നെ ഷാജി 100% ജയിക്കും. അദ്ദേഹം ഭയങ്കര നിലപാടിൻ്റെ ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശബരിമല വിഷയത്തിലൊക്കെ കൃത്യമായി വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് നിലപാടെടുത്തതാണ്. ഹിന്ദു മതവിശ്വാസികളുടെ കാര്യത്തിൽ
സർക്കാരുകൾ ഇടപെടേണ്ട ആവശ്യമില്ല. അവനവന് ഇഷ്ടമുള്ള രീതിയിൽ വിശ്വസിക്കട്ടെ. ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രൈസ്തവനായിക്കോട്ടെ, ആ കാര്യത്തിൽ അയാൾ കൃത്യമായ നിലപാടെടുത്തു. ആ കാര്യത്തിൽ അയാളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിലവിൽ വേങ്ങരയിൽ ആര് വരും എന്നാ പറയുന്നത്? സഭാക്ക് വരും. ഭൂരിഭാഷം ഉള്ളതിൽ ജയിക്കും. അങ്ങനെയല്ല, എന്നാലും ഇവിടെ ആര് ജയിക്കാനാണ് ആഗ്രഹം? LDF ജയിക്കും. LDF ജയിക്കും. ഷാജി ഷാജിക്ക് ജയിക്കും. ലീഗാണോ UDF ആണോ? UDF ജയിക്കുമോ വേങ്ങര? ഉറപ്പാണോ? ഇലക്ഷന് ജയിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഭൂരിപക്ഷം കമ്മിയാവും ആര് ജയിച്ചാലും. ആര് ജയിക്കും? നല്ല മത്സരമാണ് നടക്കുന്നത്. രണ്ട് പാർട്ടി നല്ല മത്സരം. രണ്ടാൾക്കും അത്യാവശ്യമാണ് ജയം. വേങ്ങരയിൽ ആര് ജയിക്കും എന്നാ പറയണേ? ഷാജി ജയിക്കും. ഷാജി ജയിക്കും. അപ്പം എതിരാളി നല്ല ശക്തനാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പ്രസക്തി ഇല്ല. അത് വേങ്ങര പഞ്ചായത്തിൽ കുറച്ച് വോട്ട് വരുന്നുള്ളൂ, വേറെ കാര്യം അത്രയൊന്നുമില്ല. വേങ്ങരയിൽ ആര് ജയിക്കും? വേങ്ങരയിൽ ഇപ്പോൾ ആര് ജയിക്കുന്ന വെച്ചാൽ KM ഷാജിന് ജയിക്കാൻ സാധ്യതയുള്ളൂ. ജയിച്ചാൽ സാധ്യതയുള്ളൂ. പക്ഷേ ഭൂരിപക്ഷം കുറയും. ഭൂരിപക്ഷം കുറയും. അതെന്താ കുറയാൻ കാരണം? സഭ പറഞ്ഞാൽ ഈ വേങ്ങരക്കാരനാണ്. പിന്നെ വേങ്ങരയ്ക്ക് വേണ്ടപ്പെട്ട എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്. ഒരു സഭാ സ്കോർ ഗ്രൗണ്ട് ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക്. കുറച്ച് അറിയപ്പെടുന്ന ആളാണ്. ഇനിയും കുറച്ചുകൂടി അറിയപ്പെടാനുണ്ട്. അതായിരുന്നു. അപ്പോൾ ഷാജി ജയിക്കും, പക്ഷെ ഭൂരിപക്ഷം കുറയും. ഭൂരിപക്ഷം വരും. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ വേങ്ങര ശരിക്കും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആഗ്രഹം വെച്ചാൽ വേങ്ങരക്കാരൻ തന്നെ വരുന്നതാണ്. വേങ്ങരക്കാരൻ തന്നെ. ഷാജി വയനാട്ടുകാരനാണ്. ഇയാൾ വേങ്ങരയിലുള്ളതാണ്. അപ്പോൾ നിലവിൽ കുഞ്ഞാലിക്കുട്ടി ഇവിടെ വേങ്ങരക്കാരൻ തന്നെയായിരുന്നു. കുഞ്ഞാലിക്കുട്ടി വേങ്ങരക്കാരൻ തന്നെയാണ്. പക്ഷേ കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ടാണ് മാറി നമുക്കറിയില്ല.